ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പി നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് ബട്ടർ ഒരു പാനിലോട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വെക്കുവാണ്. അതിനുശേഷം നമുക്ക് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഗാർലിക്, അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചിരുന്നത് 2 റെഡ് ചില്ലിയാണ്, പിന്നെ 2 ചെറിയ സൈസ് ടൊമാറ്റോ കേട്ടോ, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്. ഇതൊക്കെ ഇതുപോലെ ബട്ടറിൽ ഒന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വേവിക്കണം. എന്നിട്ട് നമുക്കതിൻ്റെ ടൊമാറ്റോയുടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു 3-4 ക്യൂബ് 4-5 ക്യൂബ് നമ്മുടെ പനീർ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെക്കണം. ഞാൻ അതേ പാനിലോട്ട് തന്നെ കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്തു, പിന്നെ സവോള, പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. എന്നിട്ട് നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ പാസ്ത ഇതിനകത്തോട്ട് ചേർത്തൊന്ന് ഇളക്കി ഉപയോഗിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതിനകത്തൊക്കെ ആഡ് ചെയ്യേണ്ടത് ഉപ്പാണ്. ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗരം മസാല, അതുപോലെ തന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. പിന്നെ ഈ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചില്ലി ഫ്ലേക്സ് ഒരിക്കലും മറന്നു പോകരുത്. അത് വളരെ ടേസ്റ്റി ആയിട്ടാണ്, ഇതിനകത്ത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അത് ആഡ് ചെയ്യുമ്പോഴേക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്തിരിക്കുന്ന റെഡ് ചില്ലി ഉണ്ടല്ലോ, അതിൻ്റെ അളവൊക്കെ കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ ആണ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.